ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ തസാഅബ അഹദുകും ഫൽയുംസിഖ് അലാ ഫീഹി ഫഇന്ന ശൈത്വാന യദ്ഖുലു അലൈഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സഹാബത്തെ, നിങ്ങളിൽ ആരെങ്കിലും വായ്ക്കോട്ട വിട്ടാൽ നിങ്ങൾ പരിപൂർണമായി ഇടത് കൈയുടെ മറുഭാഗം കൊണ്ട് വാ പരിപൂർണമായി അടച്ചു പിടിക്കണേ. ഫല്യുംസിഖ് അലാ ഫീഹി, വായിങ്ങനെ പരിപൂർണമായി അടച്ചു പിടിക്കണം വായിക്കോട്ട വിടുന്ന സമയത്ത്. എന്തിന് കാരണം എന്താ നബി പറഞ്ഞതെന്നറിയോ? ഈച്ച കയറുമെന്നല്ല പറഞ്ഞത്, അവിടെ ചിന്തിക്കണം, ഭയങ്കര വിഷയമാണ് പറഞ്ഞത്. ഫഇന്ന ശൈത്വാന യദ്ഖുലു അലൈഹി, പിശാചവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈച്ച കയറി നമുക്ക് വല്ല സാധനം വെച്ച് ഇങ്ങോട്ട് ഇറക്കാം, അത് ചുമച്ചാലെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങും. ഇനി അതല്ല ആധുനിക ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടാണെങ്കിൽ ഇറക്കാൻ പറ്റും. ഇതാ ഇത്രയുള്ള വലിയൊരു സ്പാനർ 8-10 കണ്ട ഒരു സ്പാനർ ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ കിടക്കുന്നുണ്ട്. ഒരാളുടെ തൊള്ളേന്ന് ഡോക്ടർമാർ ഇറക്കുന്നത് ഈ വലിപ്പമുണ്ട്, ഈ കൈപ്പത്തിയേക്കാൾ വലിപ്പമുള്ളൊരു സ്പാനർ തൊള്ളേന്ന് കൊണ്ട് അവർ തുറന്നിട്ടെടുക്കുക. എങ്ങനെയാണ് പോയതാ ഉള്ളിലേക്ക്? അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ സാധനമാണ് വിരിങ്ങിയെങ്കിൽ കൂടെ പുറത്തെടുക്കാം. പക്ഷെ പിശാചാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി പണിയുണ്ട്. അതുകൊണ്ട് വായ്ക്കോട്ട വിടുന്ന സമയത്ത് നിസാരമാക്കരുതേ. അതൊക്കെ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടത് കൈയുടെ മറുഭാഗം കൊണ്ട് ഇങ്ങനെ അടച്ചു പിടിക്കണം. ശ്വാസം മുട്ടിച്ച് കൊല്ലരുത് പിള്ളേരെ. പതുക്കെ കൈ കൊണ്ട് വെച്ചു കൊടുക്കണം, വായിലോട്ട് ചെറുതായിട്ട് ചെയ്തു കൊടുക്കണം. എന്താ കാരണം? ഫഇന്ന ശൈത്വാന യദ്ഖുലു അലൈഹി, കാരണം പറഞ്ഞതാണ് നമ്മൾ ചിന്തിപ്പിക്കുന്നത്. തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലേക്ക് പിശാച് കിടക്കും. ഇതിങ്ങനെ വെറുതെ തുറക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് പിശാച് കിടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി അതുകൊണ്ടാണ് അടയ്ക്കാൻ പറഞ്ഞത്. അത് പരിപൂർണമായി അടയ്ക്കണം. ചുമ്മാ ഇങ്ങനെ വെറുതെ കാണിച്ചാൽ പോരാ. വെറുതെ വായിക്കോട്ടെ വിടുമ്പോൾ കൈ ഇങ്ങനെ കൊണ്ടുവരുന്ന പോലെ കാണിച്ചാൽ പോരാ. പരിപൂർണമായി ഒരല്പം വിടവ് പോലും ഇല്ലാത്ത രീതിയിൽ ചെയ്യണം. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നോക്കും, വീണ്ടും വായിക്കോട്ടെ ഉണ്ടായിക്കൊണ്ടിരിക്കും, കൂടുകയാണ്. കാരണം ശൈത്താൻ ഉള്ളിലേക്ക് കയറി, ഒരെണ്ണം കയറി അടുത്ത വന്നുകൊണ്ടിരിക്കുന്നു. യാ അല്ലാ ഖലാസ്, ആൾ തകരാൻ പോവാണ്. അള്ളാഹു നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. വളരെ ശ്രദ്ധിക്കണേ. പ്രവാചകൻ പറഞ്ഞ ഒരു അധ്യാപനം അപ്പോൾ വായ്ക്കുള്ളിലൂടെ. അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബിസ്മി ചൊല്ലാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, ബിസ്മി ചൊല്ലാതെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യഅകുലു മഅഹു ശൈത്വാൻ, അവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത്, അവനോടൊപ്പം പാനീയം കുടിക്കുന്നത് പിശാചാണ്. പിശാച് ഉള്ളിലേക്ക് കടക്കും. വാ തുറക്കുന്നു ബിസ്മി ചൊല്ലിക്കോളീൻ, എങ്കിൽ പിശാച് വരൂല നീ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം. അല്ലെങ്കിൽ പിശാച് ഉള്ളിലേക്ക് കടക്കും. അപകടമാണ്. അല്ലാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ചൊല്ലിയേ പറ്റൂ. വളരെ നിർബന്ധമായൊരു ഘടകമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതൊക്കെ നമുക്ക് രക്ഷകർത്താക്കൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട്, മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ബിസ്മി ചൊല്ലുമ്പോൾ വാപ്പ ഉറക്കയോട് ബിസ്മി ചൊല്ലിക്കുക. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയല്ലേ? ഉറക്കയോട് ബിസ്മി ചൊല്ലും. ബിസ്മി എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരമാണ്. നരകത്തെ കാക്കുന്ന മലക്കുകളുടെ എണ്ണവും 19. അലൈഹ 19. വലിയ ബന്ധമാണ് ബിസ്മിക്ക്. എല്ലാ നിലയ്ക്കും കാവലാണ് ബിസ്മി. ചെറിയ വിഷയമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കം കൂടെ ചൊല്ലിക്കേ. അപ്പോൾ മക്കൾ കേട്ട് നിൽക്കുന്നവർക്ക് ബോധം വന്നിട്ട് അവർ ചെല്ലും. ഇത് ഇന്നത്തെ ഭക്ഷണത്തിൽ ബിസ്മില്ലിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അള്ളാഹു നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. പലർക്കും കൈവെക്കാൻ പ്രയാസമായി വരും. കാരണം നമ്മൾ അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുകയാണ്. രോഗങ്ങൾ ഇന്ന് വല്ലാതെ കൂടി, പ്രതിരോധശേഷി നഷ്ടപ്പെട്ടു പോയി. പല വിധത്തിലുള്ള മാറാവ്യാധികൾ. ആർക്കാ? പലരും പറയും അജിനാമോട്ടോ ഇട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും. ഇതൊന്നും കഴിക്കാതെ വീട്ടിൽ കഴിച്ചിരുന്നതാകുന്ന സഹോദരിമാർക്ക് വരെ ബ്രസ്റ്റിന് ക്യാൻസർ വന്നിട്ട് എത്രയോ സഹോദരിമാരുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ നിത്യേന ചെയ്യേണ്ട ചില അമാലുകൾ നമ്മൾ ത്യജിക്കുകയാണ്, ഒഴിവാക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാർ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നു. കൊച്ചു മക്കളെപ്പോലും കയ്യിൽ വെള്ളം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കുടിച്ചോ എന്ന് പറയുന്നതിന് പകരം ആ മക്കളെ ചാരത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് മടിയിലിരുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അവരുടെ ചുണ്ടോട് അടുപ്പിച്ച് കൊടുക്കിൻ. അപ്പോഴാണ് നീ ഒരു ഉമ്മയാകുന്നത്, അപ്പോഴാണ് ഒരു ഉപ്പയാകുന്നത്. കടമ എവിടെയാണ്? അല്ല വെള്ളം കൊടുത്തിട്ട് മോനെ കലത്തിൽ മുക്കിയിട്ട് എവിടെയെങ്കിലും പോയി നിന്ന് കുടിച്ചോ എന്ന് പറയുന്നതിലല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ ശരിബൽ മാഅ ഖായിമാ ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, ആരൊരുവൻ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ടോ, ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലാ, മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ക്യാൻസറിന്റെ രോഗം എന്നുകൊണ്ട് മെഡിസിറ്റിയിലേക്ക് ഓടുന്ന സഹോദരങ്ങളെ, ഏതൊക്കെ വിഷമങ്ങളെ പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നീ ഒന്ന് ചിന്തിക്കണേ. ലഹറൽ ഫസാദു ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫസാദുകൾ ഉണ്ടാകുന്നത്, ക്യാൻസറുകൾ വ്യാപകമാകുന്നത്, ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാണോ? നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലയോ, കുടിക്കുന്നവരില്ലയോ, മലമൂത്ര വിസർജനം പോലും നിന്നുകൊണ്ട് നടത്തുന്നവരില്ലയോ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിന്നുകൊണ്ട് അല്പം വെള്ളം കുടിച്ചാൽ ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ല, മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഹദീസല്ലേ, പ്രവാചകൻ്റെ വാക്കല്ലേ. പള്ളിയിൽ പോലും കൂളർ വാങ്ങിച്ചു വെക്കും, അതിന് തൊട്ടടുത്തൊരു കസേര ഉണ്ടാവില്ല. കാരണം എന്താ? നിന്ന് കുടിച്ചിട്ടും പൊയ്ക്കോ, അസുഖം തരാവുന്ന നല്ല കൂളറാണിത്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ ഒരു കസേര ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? അവനാണ് കൂലി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. പറഞ്ഞ മനസ്സിലല്ലേ? വലിയ കൂളർ 15,000 20,000 25,000 കൂളർ വാങ്ങിച്ചു വെക്കും. തണുത്ത വെള്ളം ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ മോന്തുക. പിള്ളേർ ഇറങ്ങിപ്പോകുമ്പോൾ ക്യാൻസറുമായിട്ടാണ് പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കാര്യം വലിയ സ്വതക്കമായിട്ട് ചെയ്തു വെച്ചാൽ പക്ഷേ നേരെ ഇരട്ടി ശിക്ഷയാവും. അതിന് കൂട്ടത്തൊരു കസേര കൂടി അതിൻ്റെ സൈഡിൽ വെക്കണ്ടേ? അപ്പോൾ ഇരുന്നു കൊണ്ട് കുടിക്കൂലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോന്ന് ചെയ്തു വെക്കുമ്പോഴാണ് ആ ശൈലിയിൽ അങ്ങനെ പോകുന്നത്. ബൊഫേ സംസ്കാരം ഇന്ന് വല്ലാതെ കടന്നു വന്നിരിക്കുകയാണ്. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, നിന്നുകൊണ്ട് പാനീയങ്ങൾ കുടിക്കുന്നു, കല്യാണ വീട്ടിലേക്ക് എത്തുന്നു, വാതിൽക്കൽ തന്നെ വെള്ളം ഇങ്ങനെ നിരത്തി വെക്കും. എൻ്റെ അർത്ഥം എന്താ? അവിടെ ഒന്നും കസേരയൊന്നുമില്ല, നിന്നുകൊണ്ട് കുടിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോയിക്കോ, അസുഖം തരും, കയറിപ്പോയിക്കോ. അതാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രത്യേകത. ഞങ്ങളുടെ കല്യാണത്തിന് വന്നാൽ അസുഖം ഉണ്ടാവും, ക്യാൻസർ പിടിപ്പിക്കും, എന്നിട്ട് എല്ലാവരും ടാറ്റ കൊടുത്ത് വിടും. പിന്നെ നോക്കണ്ട, പിന്നെ ചികിത്സിക്കാൻ അങ്ങോട്ട് പൈസ ചോദിച്ചു തന്നാലോ ഷാട്ടർ ഒറ്റ അടയാണ്, തീർന്നു. 1 രൂപ കൊടുക്കൂല. വലിയ ഹാജിയാറുടെ കല്യാണമായിരിക്കും, പൊടി പൊടിച്ച കല്യാണമായിരിക്കും. അവിടെ പോയി നിന്നുകൊണ്ടൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഹാജിയാർ നിനക്ക് തരുന്നത് എന്താ? ക്യാൻസറാണ്. തിരിച്ചു വയ്ക്കും. ഞങ്ങൾക്കതേ ഉള്ളൂ അള്ളാഹത്ത് തരാൻ പറ്റിയത്. പിന്നെ നീ ഒരു 50 രൂപ ചോദിച്ചുകൊണ്ട് ആ പടിമുറ്റത്ത് ചെല്ലുമ്പോൾ ഒരു കഥ കടയ്ക്കുക, മൈൻഡ് ചെയ്യൂല, നീ ഔട്ടാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം, 50 രൂപയുടെ ബിരിയാണിക്ക് നമ്മൾ കൊടുക്കേണ്ട വില വരുന്നത് 50 ലക്ഷത്തിൻ്റെ വരെ ആയിരിക്കും. വലിയ വലിയ രോഗങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പിശാച് ഉള്ളിലേക്ക് കിടക്കും. ബിസ്മി ചൊല്ലണേ സയ്യിദുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മാത്രമല്ല ബിസ്മി ചൊല്ലാൻ പഠിപ്പിച്ചത്, തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലേക്ക് പിശാച് കിടക്കുമെന്ന് പറഞ്ഞിട്ട് പ്രവാചകന് പറയുകയാണ്, ഇദാ ജാമഅ റജുലു മഅ ഇംറഅതിഹി വലം യുസമ്മില്ലാഹ തആല ഇൻതവ ശൈത്വാനു ഹലീലാ ഫയുജാമിഉ മാഹാ. ശ്രദ്ധിക്കണേ, തോട്ടുമുഖത്തുള്ള ആലുവയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു പുരുഷൻ തന്നെ പ്രിയപ്പെട്ട ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ, ഇദാ ജാമഅ റജുലു മഅ ഇംറഅതിഹി, സ്വന്തം ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഒരു പുതപ്പിന് കീഴിലായിരിക്കും നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും നഗ്നതകൾ തുറക്കപ്പെടും.
തുറക്കപ്പെടുകയാണ്. അഥവാ ആ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ള പിശാച് കടക്കാ തുനിയവേ നിങ്ങൾ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അവൻ അവളുമായി ബന്ധപ്പെടുമ്പോ പിശാചാണ് ബന്ധപ്പെടുന്നത്. അതിലൂടെ ജനിക്കുന്ന കുട്ടി സന്താനം നിനക്കൊരിക്കലും അനുകൂലമായവനാകൂല, അഥവാ പൈശാചികത ഉള്ളവനാകുമേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ബിസ്മി ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, എല്ലാത്തിനും വരണം. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ബിസ്മി ചൊല്ലണം, അപ്പോഴേ പിശാച് മാറുള്ളൂ. ഇല്ലെങ്കിൽ പുരുഷൻ്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കിടക്കും. ഇൻതവ എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക. ആര്? അശ്ശൈത്വാന്, പിശാച് ചുരുണ്ട് കിടക്കും. ഈ ഹലീല പുരുഷൻ്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസാണ്. വളരെ ശ്രദ്ധിക്കണ്ടേ സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ ചിന്തിക്കണേ സഹോദരങ്ങളെ, ചിന്തിക്കണേ സഹോദരിമാരെ. അവിടെ ഒരു ദുആവും പ്രവാചകനെ പഠിപ്പിച്ചില്ലയോ? അല്ലാഹുമ്മ ജന്നിബി ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖതനാ. അല്ലാഹുവേ പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന സന്താനത്തിലും പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ. ഇത് ദുആയിരക്കേണ്ടത് എവിടെയാണ്? ഭർത്താവും ഭാര്യയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. ചിന്തിക്കണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല രസമനുഭൂതി നൽകണേ അല്ലാ. സുഖം ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ എന്ന ദുആ അല്ല പ്രവാചകന് പഠിപ്പിച്ചത്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ എന്നുമല്ല പഠിപ്പിച്ചത്. അതൊക്കെ നീ ചെയ്തോ. പക്ഷെ നീ അവിടെ ചോദിക്കേണ്ടത് പിശാചിനെ തൊട്ടുള്ള കാവലാണ്. അല്ലാഹുമ്മ ജന്നിബി ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖതനാ. അല്ലാഹുവേ പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ. ഞങ്ങൾക്കുണ്ടാകുന്ന സന്താനത്തെയും പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ. ഇത് ദുആ ചെയ്യാൻ ഭാര്യ ഭർത്താക്കന്മാരോട് പറയുമ്പോ ഏതെങ്കിലും സിനിമകൾ കണ്ട്, സീരിയൽ കണ്ടുകെട്ട് അതിലെ കാമക്കൂത്തുകളും കളികേളുകളും കണ്ടിട്ട് ഏതെങ്കിലും രതിക്കരയുടെ സിനിമാ കാസറ്റുകൾ കൂട്ടുകാരനും ബുക്കിന്റെ ഉള്ളിൽ വെച്ച് നൽകുമ്പോ അത് പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിന് വകഞ്ഞു മാറ്റിക്കൊണ്ട് അത് കേൾക്കാതെ വീട്ടിലിരുന്നിട്ട് VCR ഓൺ ചെയ്ത് DVD പ്ലെയറിലേക്ക് അതിട്ടിട്ട് ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഇതൊക്കെയാണ് കുടുംബജീവിതമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭാര്യയോട് പ്രവർത്തിക്കുന്നവരെ, ഭർത്താക്കന്മാരോട് പെരുമാറുന്ന പെണ്ണെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരേ ഒരു ദുആ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, രണ്ടുപേരോടും ഒരുമിച്ച് കൊണ്ട് ഒരു കുടക്കീഴിൽ എന്നതുപോലെ ഒരു പുതപ്പിന് കീഴിൽ ചുരുണ്ടുകൂടുമ്പോ അവർ ചൊല്ലേണ്ടെന്ന പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. അല്ലാഹുവേ പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ. എന്തേ കാരണം? പിശാച് തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെ പ്രവേശിക്കമേ. നിന്റെയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും ജനനേന്ദ്രിയം ഇതാ തുറക്കപ്പെടാൻ പോയാണ്. ആ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ പിശാചിനെ തൊട്ട് കാവൽ തേടണേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കണം സഹോദരങ്ങളെ. ചിന്തിക്ക്, ഇങ്ങനെ ഓരോന്നും ചിന്തിക്ക്. അവയവങ്ങൾ എത്രയാണ്? ആ അവയവങ്ങളൊക്കെ തുറക്കുന്നത് ചിന്തിക്ക്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ പഠിപ്പിച്ചില്ലേ, നല്ല ശോധന കിട്ടണേ അല്ലാ എന്നല്ല ദുആ ഇറക്കാൻ പഠിപ്പിച്ചത്. നല്ല റാഹത്തായിട്ട് പോണേ റബ്ബേ എന്നല്ല ദുആ. പിന്നെന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അല്ലാഹുവേ പടച്ച റബ്ബേ, ഇടത് കാല് വെച്ചുകൊണ്ട് ഇതാ തലമറച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കറക്കുന്ന സഹോദരാ, നീ ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലയോ? ഇതൊക്കെ കേൾക്കുന്ന ചിലരുടെ കാതുകൾ വല്ലാതെ വിഷമമാണ്. എന്താണ് ഉസ്താദ് ഈ പറയുന്നത്? ഇതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുന്നവരെ, ജീവിതത്തിൽ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ
ജീവിതത്തിൽ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാ ദിവസവും ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും വേണ്ട ഒരു 3 പ്രാവശ്യമെങ്കിലും മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി ടോയ്ലറ്റിനുള്ളിലേക്ക് പോകുന്ന സഹോദരങ്ങൾ പിശാചിനെ തൊട്ട് കാവല തേടിയിട്ടില്ല എങ്കിൽ തീർച്ചയായും പൈശാചികത ഉണ്ടാകും. അല്ലാഹുവേ കാത്ത് രക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണേ. അതുകൊണ്ട് പുരുഷന്മാരെ നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട ദുആ ആണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഈ ദുആ ചെയ്തിട്ട് വേണം ബാത്റൂമിലേക്ക് കയറാൻ. അല്ലാതെ ഹായ് മൂളിപ്പാട്ടൊക്കെ പാടി ഓ ജിമിക്ക് കമ്മൽ നല്ല റാത്ത് അമ്മലിട്ട് കുലുക്കുന്ന പോലെ ഇറക്കി വിടാം എന്ന് കരുതിക്കൊണ്ട് കയറണ്ട. ശ്രദ്ധിക്ക്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അവിടെ ചിന്തിക്കണം സഹോദരങ്ങളെ. എന്തുകൊണ്ട് ഈ ദുആ എന്തുകൊണ്ട് അവിടെ പറഞ്ഞു? തൻ്റെ അവയവങ്ങൾ തുറക്കപ്പെടാൻ പോവാൻ. മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി നീ ടോയ്ലറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ അങ്ങോട്ട് ചെന്ന് ഇരിക്കുന്നതിന് പ്രകാരമാണ് നിൻ്റെ ഔറത്ത് ഒളിവാക്കുന്നത്. അങ്ങനെ വേണം. അല്ലാതെ കിഴക്കേ പള്ളിയിലോട്ട് വരിക, അതിന് റോഡിൽ നിന്ന് തന്നെ തുണിയെല്ലാം കൂടെ മഴുക്ക് കുത്തിവിട്ടു എവിടെ പോവുക മൂത്രമൊഴിക്കാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് പോകണ്ട. അങ്ങനെ പോകുന്ന പുരുഷന്മാരുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഔറത്ത് ഒളിവാക്കാൻ പാടില്ല. മുട്ടുപൊക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കണം. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ഔറത്ത് ഔറത്താൻ വെളിവാക്കാൻ പാടില്ല. തുണി ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അങ്ങോട്ട് ചെന്ന് ഇരിക്കുന്നതിന് പ്രകാരമാണ് മാറ്റി കൊടുക്കേണ്ടത് തുണി. അങ്ങനെയാണ്. അപ്പം നിൻ്റെ നഗ്നത വെളിവാകും. അതിനുള്ളിലൂടെ പിശാച് കടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? കാവൽ തേടിയിട്ട് വേണം കയറാൻ. ഇതൊക്കെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കല്ലേ സഹോദരങ്ങളെ. ചിന്തിച്ച് നോക്ക്. എവിടെയാ പറയാത്തത്? ഏത് വിഷയത്തിലാണ് പറയാത്തത്? ബാത്റൂമിൽ കയറുമ്പോൾ 2 പിശാചുക്കളെ തൊട്ട് കാവലാണ്. ആൺപിശാചുമുണ്ട് പെൺപിശാചുമുണ്ട്. 2നെ തൊട്ട് കാവൽ തരണം. ഇതൊക്കെ സഹീഹാണോ എന്ന് ചോദിക്കേ വേണ്ട. സഹീഹുൽ ബുഖാരി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കും. ഇതാണ് ഏറ്റവും സഹീഹ്. ഇതിനപ്പുറത്ത് ഇതിലൊന്നും ആർക്കും ഒരർത്ഥശങ്കയില്ല. എല്ലാവരും ഒരേപോലെ പറയുന്നതാണ്. ഇത് ശരിയാണോ ഉസ്താദേ? അത് ശരിയാണോ? അത് മുസ്ലിമിലുണ്ടോ? ഇന്നും നോക്കണ്ട. ഇതാണ് ഏറ്റവും വലിയ സഹീഹ്. ശ്രദ്ധിച്ചോ. അല്ലാത്തവൻ വിവരം അറിയും. പൈശാച് മേത്തിൽ കയറി കഴിയുമ്പോൾ വിവരം അറിയും. ടോയ്ലറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ അങ്ങനെയാണ്. തല മറച്ചിട്ട് വേണം കയറാൻ. ഒരു കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ പലർക്കും വിഷമമായിരുന്നു. ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചു. മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് എന്തോ ഒരു കണക്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ തലയോട് എന്തൊരു കണക്ഷനുണ്ട്. തലമുടി വേഗം നരയ്ക്കും തല മറച്ചിട്ടില്ലെങ്കിലെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. തലയിൽ എന്തെങ്കിലും ഒരു തോർത്തോ എന്തെങ്കിലും ഒരു തലയിൽ തുണിയോ ഒക്കെ കൊണ്ട് വന്നൊന്ന് കെട്ടി വെച്ചേക്കണം. തലയിലേക്ക് എന്തെങ്കിലും ഒന്ന് മറഞ്ഞു നിൽക്കണം. ഇല്ലെങ്കിൽ തലമുടി വേഗം നരയ്ക്കും. അത് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അമൽ ചെയ്യും. നാളെ തന്നെ ഉമ്മയുടെ സാരിയൊക്കെ തലയിൽ ചുറ്റിക്കൊണ്ട് കയറിക്കോളും. കാരണം എന്താ? തലമുടി നരയ്ക്കരുത്. അത് നമുക്ക് വലിയൊരു വിഷയമാണ്. മനസ്സിലായി? ഇത് ദുആ എന്ന് നമുക്ക് വിഷയം. മറ്റേത് ദുആണെങ്കിൽ നമുക്ക് വിഷയമുള്ള രസമല്ല. തലമുടി പടച്ചോങ്കാത്ത് നരയ്ക്കാൻ പാടില്ല. ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആകെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇത് ഡൈ ചെയ്യേണ്ടി വന്ന് ആകെ പെട്ടു എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അല്ലേ? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. എത്ര മര്യാദകളുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണ്. യൂറോപ്പിനകത്ത് എന്താ സംഭവം? നേരെ ഇത് അടച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്ലഷ് ചെയ്യാൻ. മിക്കവരും ഇതിനകത്ത് അളവൊക്കെ നോക്കിയിട്ട് ഇന്ന് ക്വാണ്ടിറ്റി കുറവാണല്ലോ എന്നൊക്കെ നോക്കിയിട്ട് സംഭവത്തെ നിൽക്കാൻ ഉള്ള ബാക്ടീരിയ എല്ലാം മൂക്കിനകത്തോട്ട് കയറി ആകത്ത്. പിറ്റേ ദിവസം പനി, 3 ദിവസമായിട്ട് സുഖമില്ല അടക്കുക. അങ്ങനെയല്ല. അത് അടയ്ക്കാൻ വേണ്ടിയാണ് ആ മൂടി ഉള്ളത് തന്നെ. ഇതൊക്കെ പറയുന്നതിനെന്തറിയാം? ഇതൊന്നും അറിയില്ല. ഇതിൻ്റെ ഒന്നും ഉപയോഗം അറിയില്ല. വലിയ അയലത്തെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാനും വാങ്ങിച്ചിട്ട് റാഹത്തായിട്ട് കാര്യം സാധിക്കും എന്നുള്ള സ്റ്റൈലില്ല. ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേണം ഫ്ലഷ് ചെയ്യാൻ. ഫ്ലഷ് ചെയ്യാതെ പോവുകയും ചെയ്യരുത്. അടച്ചു വെച്ചിട്ട് ഫ്ലഷ് ചെയ്യാൻ. ചിലരിതിങ്ങനെ തുറന്ന് തന്നെ ഇട്ടിരിക്കുക. അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. എങ്ങനെയാണ് ഇതെന്തിനാണ് സംഭവം എന്നറിയില്ല. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹത്ത് ഖിയാമത്ത് നാൾ വരെ അടയ്ക്കരുത് എന്നുള്ള നിയ്യത്തിലായിരിക്കുന്നത്. അങ്ങനെയല്ല. ഇത് അടച്ചിട്ടേക്കണം. അടച്ചിട്ടിട്ട് ഫ്ലഷ് ചെയ്യണം. ഇല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാകും. അതുകൊണ്ടാണ് ബാത്റൂമിനുള്ളിൽ എന്ത് ചെയ്യരുത്, വുളൂ ചെയ്യരുത് എന്ന് വരെ വലിയ സൂഫിസ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ്. ബാത്റൂമിനുള്ളിൽ പുറത്ത് നല്ലതാണ് ഏറ്റവും നല്ലത്. ബഹുമാനപ്പെട്ട ശൈഖുന തഴവാ ഉസ്താദൊക്കെ ആ ഒരു രീതിയിലാണ് അവലംബിച്ചത്. എൻ്റെ ഉമ്മയുടെ ഉപ്പ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തുമാറാവട്ടെ. പുറത്തെ ഒരു കൊടുത്തിരുന്നു. കാരണം നമ്മൾ മാത്രമല്ല പലരും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മാത്രം യൂസ് ചെയ്യുന്ന സെപ്പറേറ്റ് ഒരിടമാണ് എങ്കിൽ
ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. നല്ല ശുദ്ധിയുള്ളതാണ്, നമ്മൾ മാത്രമാണ് അറ്റാച്ച്ഡാണ്, നമ്മൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അതും ക്ലോസേറ്റും ഇത് രണ്ടും വെവ്വേറെയാണ് എങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ പറയാൻ കാരണം മിക്ക സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ ഒരു സംശയമുള്ളൊരു വിഷയമായതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുക, കയറുമ്പോൾ ഇതുപോലെ തന്നെ കാവൽ തേടിക്കൊണ്ട് കയറുക, ഇടങ്ങുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞുകൊണ്ട് ഇറങ്ങുക. അതൊക്കെ പരിശുദ്ധ ദീനപ്പെട്ട, അതൊക്കെ എന്തൊരു ശ്രേഷ്ഠമായ ദിക്റുകളാണ്. അവിടെ പറയുന്നത് തന്നെ ആ വാക്ക് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നവൻ പറയുന്ന വാക്കേതാ? ഓഫറാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. അല്ലാഹുവേ, നിന്നോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ മ്ലേച്ഛതയെ നീക്കി എൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് അടിമ പറഞ്ഞുകൊണ്ടിറങ്ങുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ മ്ലേച്ഛതകളെ എന്നിൽ നിന്ന് നീക്കി എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. അത് പറയേണ്ടത് തന്നെയാണ്. കാരണം ഈ മലവും മൂത്തവും ഒരു 2 ദിവസം കെട്ടി നിന്നാൽ അനുഭവിക്കുന്ന ത്യാഗം ചെറുതല്ല, വലിയ വിഷയമാണ്. കിഡ്നി സംബന്ധമായ അസുഖമുള്ള എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. കാലൊക്കെ നീര് വെച്ച്, മുഖമൊക്കെ നീര് വെച്ച് വല്ലാതെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് അത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തിനാണ് ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് വന്ന വ്യക്തി വലത് കാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാപമോചനത്തിനർത്ഥിക്കുന്നത് എന്തിനാ? ഓഫറാനക്ക എന്നൊരു പദം കൂടി അവൻ പറയുന്നുണ്ട് അല്ലേ? ഓഫറാനക്ക, അള്ളാഹു നിന്നോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു. അതെന്താ? പാപമോചനത്തിനർത്ഥിക്കാൻ ഈ മലമൂത്ര വിസർജനം നടത്തൽ അത്രമേൽ വലിയൊരു കുറ്റകരമായ ക്രിമിനൽ കുറ്റമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഇല്ല പടച്ചോനെ, ഇനി മേലെ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ? ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ, ചിന്തിക്കാനാണ്. വളരെ ശ്രദ്ധിക്കണേ. ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചിലരിപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇതുവാ തന്നെ കേൾക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഉസ്താദേ എന്ന് തന്നെ ചിന്തിക്കും. നമ്മൾ ജനിച്ചത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുക പരിപാടി, പക്ഷേ അവിടെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉണ്ട് സംഭവങ്ങൾ പോലും അറിയില്ല. ഇതൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് പിള്ളേർ, പക്ഷേ അമൽ ചെയ്യുന്നില്ല. അവിടെ വിഷയം. ഖുർആൻ ഓതാൻ അറിയാം, ഓതുന്നില്ല. ദിക്ർ ചൊല്ലാൻ അറിയാം, ചൊല്ലുന്നില്ല. സ്വലാത്ത് ചൊല്ലാൻ അറിയാം, ചൊല്ലുന്നില്ല. അവിടെയാണ് വിഷയം, അവിടെയാണ് വിഷയം. ഇതൊന്നും ചെയ്യുന്നില്ല, പിന്നെന്താ കാര്യമുള്ളത്? എല്ലാം അറിയാം. എൻ്റെ മോൻ നല്ല ഓത്താണ്. എന്തോത്ത്? ജീവിതത്തിൽ എവിടെയെങ്കിലും ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഒരു യാസീൻ പോലും ഓതൂല. എല്ലാം ഓതാൻ അറിയാം എൻ്റെ മോന്. അതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. നമ്മുടെ മക്കൾ അതോതും ഇതോതും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ ഡെയിലി പാരായണം ചെയ്യുന്നുണ്ടെങ്കിലേ വിശേഷമുള്ളൂ. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നവന് ഗുഫ്രാനക, അല്ലാഹുവേ നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള പരമാർത്ഥം മറ്റൊന്നുമല്ല. അല്ലാഹുവേ, 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ കേവലം നിന്നെ മറന്നുകൊണ്ട് ഈ ടോയ്ലറ്റിനുള്ളിൽ വന്നുകൊണ്ടിരുന്ന് എൻ്റെ ശരീരത്തിൻ്റെതാകുന്ന മ്ലേച്ഛതകളെ നീക്കാൻ വേണ്ടി ഞാൻ ഈ സമയം ചെലവഴിച്ചു. പടച്ച റബ്ബേ, ഈ 5 മിനിറ്റോ 10 മിനിറ്റോ നിന്നെ ഓർത്തില്ല റഹ്മാനെ, നീ എനിക്ക് പുറത്തു തരണേ നാഥാ. എൻ്റെ 24 മണിക്കൂറും നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നവർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്ന് നിന്റെ കലാമിലൂടെ നീ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ 24 മണിക്കൂറും നിന്നെ ആരാധിക്കേണ്ടവരാൻ. അതിനെ വിട്ടുകൊണ്ട് കേവലം 5 മിനിറ്റോ 10 മിനിറ്റോ ഈ ടോയ്ലറ്റിനുള്ളിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഞങ്ങൾ കയറിയത് പടച്ച റബ്ബേ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഈ കുറഞ്ഞ സമയം നിന്നെ ഓർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഗുഫ്രാനക്, നിന്നോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നു. അത് പറഞ്ഞിട്ട് മതി അൽഹംദുലില്ലാഹ്. അതൊക്കെയാണ് ഉലമാക്കൾ ഉപേക്ഷിച്ചിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ആ കുറഞ്ഞ സമയം റബ്ബിനെ വിട്ടുള്ള ചിന്തയാണ് അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് റബ്ബിനെ വിട്ടുള്ള ചിന്ത, അങ്ങനെ തന്നെ വേണ്ടത്. നാളെ ഇത് പറഞ്ഞിട്ട് പടച്ചോനെ 10 മിനിറ്റ് കൂടെ എന്നാൽ ഖുർആൻ വേട്ടോ അകത്തോട്ട് കയറി, അത് വേണ്ട കേട്ടോ, അത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ദിക്ർ ചൊല്ലണം, ഈ ദുആ അവിടെ പറയണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദസ്തയഖല അഹദുകും മിൻ മനാമിഹി ഫലസ്തശിഖ് സലാസ ഫഇന്ന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നേരം പ്രഭാതത്തിലെത്തിയാൽ
ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ഫല്ലസ്തൻഷിഖ സലാസ, 3 പ്രാവശ്യം നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റിയൊന്ന് ചീറ്റണേ. 3 പ്രാവശ്യം അല്പം വെള്ളം മൂക്കിൽ കയറ്റിയൊന്ന് ചീറ്റണേ. എന്തിനു വേണ്ടി? ഫൈന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി, പിശാച് രാപാർക്കുന്നത് തരിമൂക്കിലാണ്. പിശാച് ഉറങ്ങിക്കിടക്കുന്നത് തരിമൂക്കിൽ. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ പിശാച് ഉള്ളിലേക്ക് കടക്കും. എങ്ങനെ കടന്നു ഉസ്താദേ ഇത്? അത് രാത്രി നീ ഉറങ്ങുന്ന സമയത്ത് മൂക്ക് തുറന്നിരിക്കുക, കയറി അങ്ങ് പോയി കിടന്നുറങ്ങി. അങ്ങനെയാണ് പകല് കയറണ്ടേ. പകലും ഇത് തുറന്നിട്ട് തന്നെ ഇല്ലേ? പകല് നീ എപ്പോഴും, നീ ഒരു മുഅ്മിന, നീ എപ്പോഴും ദാക്കിറായിക്കൊണ്ടായിരിക്കുന്നത്, കയറൂല. അള്ളാഹുവിൻ്റെ ദിക്റിലായിരിക്കുന്നത്, പിശാചിനെ കയറാൻ സാധിക്കൂല. ഇനി രാത്രിയിൽ തന്നെ കയറാതിരിക്കണമെങ്കിൽ നിനക്ക് പഠിപ്പിച്ചു തരാം. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതിയിട്ട് നീ കടക്കിൻ. രാത്രിയിലും മൂക്കിനുള്ളിലൂടെ പിശാച് കടക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിക്കണം, ചെറിയ വിഷയമല്ല. ഫൈന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി, പിശാച് രാമാർക്കുന്നത് തരിമൂക്കിൽ. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ശരിക്കും 3 പ്രാവശ്യം അല്പം വെള്ളം കയറ്റി ചീറ്റുക. നേരെ ടൗണിൽ പോയിട്ട് മോട്ടോർ വാങ്ങാൻ പോകണ്ട. ഉസ്താദ് പറഞ്ഞു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റ എന്ന് പറഞ്ഞ് കുറേ വെള്ളം ഓസ് വെച്ച് അടിക്കണ്ട. സ്വല്പം വെള്ളം എടുത്ത് മൂക്കിലോട്ടൊന്ന് വെച്ച് ചീറ്റുക. ആര് ചെയ്യാത്തൊരു സുന്നത്താ സഹോദരങ്ങളെ ഇത്. പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൽ ശക്തിമത്തായ സുന്നത്താണ്. നമ്മളാരും ചെയ്യൂല. ഒതു എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വായിൽ വെള്ളം കൊണ്ടുവരും, ഇങ്ങനെ തുപ്പിയിട്ട് അടുത്തിരിക്കുന്നതിൻ്റെ പോക്കറ്റിൽ തുപ്പി അങ്ങ് കൊടുത്തേക്കും. അതത്രേ ഉള്ളൂ. മൂക്കിലോട്ട് വെള്ളം വേണം. ഇങ്ങനെ മൂക്കിനോടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 2 ഐറ്റമൊക്കെ കാണിച്ചിട്ട് ഇങ്ങ് കൊണ്ടുവരും. വെള്ളമൊന്നും അങ്ങോട്ടൊന്നും എത്തിയിട്ട് പോലുമില്ല, ഒരു തരി പോലും. ഒരല്പം വെള്ളം മൂക്കിലോട്ട് വെള്ളം കയറ്റി ചീറ്റുക. ഉറക്കം തെളിയും, നല്ല ഉണർവായിരിക്കും. പിശാച് ഓടും. അതാണ് പറഞ്ഞത്. പിശാച് പുറപ്പെട്ടു പോകും. മറ്റേത് പിശാച് ഇവിടെ കിടക്കുക. അതുകൊണ്ടാണ് അത്തഹിയ്യാത്തിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോകുന്നത്. പള്ളിയിൽ വന്നവൻ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ മുസല്ല വിരിച്ചിട്ട് സഹോദരി പള്ളിയിൽ നിന്ന് ഉറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം അതാണ്. എന്താ കാരണം? പിശാച് ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് ഉറക്കം ഇങ്ങനെ തൂങ്ങിയിരിക്കും. അത്തഹിയ്യാത്തിൽ അങ്ങനെ ഇരുന്ന് ഉറങ്ങും. തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ദിക്റും ചൊല്ലി എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകും. ആരെങ്കിലും തട്ടുമ്പോൾ ഉടനെ അസ്സലാമു അലൈക്കും വരെയും. ഭയങ്കര ശക്തി. എന്തേ കാരണം? പിശാച് തരിമൂക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിശാച് നമ്മുടെ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെ പിശാച് അകത്തേക്ക് കടക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി. മനുഷ്യൻ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെയൊക്കെ പിശാച് കടന്നു ചെല്ലുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെ ഒക്കെ പിശാച് കടന്നു ചെല്ലും. ഉള്ളിൽ കൂടെ ഒക്കെ കടക്കാൻ പിശാചിന് സാധിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. വളരെ ശ്രദ്ധിക്കണേ. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കടക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഒക്കെ അർത്ഥം അതാണ്. പിശാച് പിടിപെട്ടാലോ പിശാചിനെ ഇറക്കാൻ പണിയാണ്. അത് ഖുർആനും ദിക്റും കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഗറബത്തി ശംസു യന്തശിറു ശയാത്തീൻ ഫഖ്തഫൂ സിബ്യാനകും വഹ്ബിസൂ മവാശിയകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ ഗറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ യന്തശിറു ശയാത്തീൻ, പിശാച് പാറിക്കളിക്കുന്ന സമയമാണ്, പിശാച് പരക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഫഖ്തഫൂ സിബ്യാനകും, പ്രായപൂർത്തി എത്താത്തതാകുന്ന കൊച്ചുകുട്ടികളില്ലയോ, കൊച്ചുമക്കളില്ലയോ, അവരുടെ വീടിൻ്റെ ഉള്ളിൽ പിടിച്ചു വെക്കണേ. വഹ്ബിസൂ മവാശിയകും, 4 കാലുകളാകുന്ന മൃഗങ്ങളെ അതിൻ്റെ ആലയിൽ കൊണ്ടുപോയി ബന്ധിക്കുകയും ചെയ്യണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ കാരണം? കൊച്ചുകുട്ടികൾക്ക് പൈശാചിക ബാധ ഏൽക്കാതിരിക്കാനാണ്. 4 കാലുകൾക്ക് പൈശാചിക ബാധ ഏൽക്കാതിരിക്കാൻ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിന് മുമ്പ് അതിനെല്ലാം തന്നെ അതിൻ്റെ ആലയിലേക്ക്, വീടിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിക്കണേ, വീടിൻ്റെ ഉള്ളിൽ കടത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വൈകുന്നേര സമയത്ത് പാർക്കിലേക്ക് പോകുന്നവരില്ലയോ, മക്കളെ വിളിച്ചുകൊണ്ട് മാളിലേക്ക് വൈകുന്നേരത്ത് പുറപ്പെടുന്ന
ഉമ്മമാരില്ലയോ, ഭർത്താക്കന്മാരില്ലയോ, ചിന്തിക്കണേ, ചെയ്യരുതേ. കാരണം നിങ്ങളുടെ മക്കൾക്ക് പൈശാചിക ബാധ ഏൽക്കുന്ന ടൈമാണ്. ആ ഒരു സമയം മാത്രമാണ് പ്രശ്നം, അസ്തമയ സമയം മാത്രമാണ് പ്രശ്നം. അതിനു മുമ്പും പ്രശ്നമില്ല, അതിനുശേഷവും പ്രശ്നമില്ല. പ്രായപൂർത്തിയെത്താത്ത കൊച്ചുകുട്ടികളുമായി പുറത്തിറങ്ങരുതേ. പാർക്കിലേക്ക്, മാളിലേക്ക് എന്ന് വേണ്ട, വീടിൻ്റെ വെളിയിലേക്ക് പോലും ആ സമയത്ത് ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി. എത്രയോ മക്കളാണ് ഏർവാടിയിലും, എത്രയോ മക്കളാണ് നാഗൂരിലും, എത്രയോ മക്കളാണ് പല മക്കാമുകളുടെ പരിസരത്ത് കെട്ടിയിടപ്പെട്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. പൈശാചികതയ്ക്ക് അവലംബമായവരില്ലയോ. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അത്തരത്തിലുള്ള പൈശാചികത നിനക്കോ നിന്റെ മക്കൾക്കോ ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കൊച്ചുകുട്ടികളുമായി പുറത്തിറങ്ങരുതേ. ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെ കടക്കുമെന്ന്. ഇപ്പോൾ പറഞ്ഞ് അതൊന്നും വേണ്ട, ചുമ്മാ പുറത്തിറങ്ങിയാൽ മതി. ദ്വാരത്തിനുള്ളിൽ അങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ തന്നെ പൈശാചികത ഉണ്ടാകും. അള്ളാഹു ആക്കട്ടെ. കൊച്ചുകുട്ടികൾക്കാണ് ഈ പറഞ്ഞ കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നാളെ മുതൽ പ്രായപൂർത്തിയെത്തോളം പള്ളിയിൽ പോകാതിരിക്കണ്ട, അവനെ പറഞ്ഞു വിട്ടേക്ക്, പള്ളിയിലോട്ട് തന്നെ വിട്. കൊച്ചുകുട്ടികളുടെ കാര്യം പറയുന്നത്. കൊച്ചുകുട്ടികളുമായിട്ട് ആ സമയത്ത് നിങ്ങൾ കളിതമാശ പറഞ്ഞ് പുറത്തേക്ക് പോകാൻ പാടില്ല, കളിപ്പിക്കാൻ പാടില്ല. പാർക്കിലും മാളിലും ബീച്ച് റോഡിലൊന്നും മഗ്‌രിബിൻ്റെ സമയത്ത് നിങ്ങൾ കറങ്ങാൻ നടക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അതിന് മുമ്പും പ്രശ്നമില്ല, അതിന് ശേഷവും വിഷയമില്ല. ആ ടൈമിലാണ് വിഷയം. ആ സമയത്ത് ഇറങ്ങാൻ പാടില്ല. നമ്മൾ ഇറങ്ങുന്നതോ ആ ടൈം ഒപ്പിച്ച് തന്നെ, വേറൊന്നുമില്ല. അതിന് മുമ്പൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുക. വൈകുന്നേരം ആകുമ്പോൾ എന്നാൽ പോയേക്കോ ലുലുമാളല്ലോ, ലുലുമാളിൽ പോയില്ലേ, ഉസുബരി നമ്മളോട് കോപിക്കുമ്പോൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ഓടുകയാണ്. പാർക്കിലേക്ക് പോവുക, മാളിലേക്ക് പോവുക. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ആ സമയം ശ്രദ്ധിക്കണം. അപ്പോൾ വീട്ടിൽ എന്തിനാ ഇരിക്കാൻ പറഞ്ഞത്? വീട്ടിൽ വെറുതെ ഇരിക്കാനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വീട്ടിലിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലണേ സഹോദരി, നീയും ചൊല്ലണേ. നിന്നോടൊപ്പം കൊച്ചുമക്കളും ചൊല്ലിപ്പഠിക്കട്ടെ. വീട്ടിലിരിക്കാൻ പറഞ്ഞത് വീട്ടിലിരുന്ന് സീരിയൽ കാണാനല്ല. സാധു പറഞ്ഞു വൈകുന്നേരം പുറത്തോണ്ട് രക്ഷപ്പെട്ട് നീ ടി വിയെ കണ്ട് ബാഹുലിയെ കണ്ട് ഇവിടെ ഇരിക്കുക. അതല്ല, വീട്ടിലിരുന്നിട്ട് നീ ഖുർആനും ദിക്റുമായി വീടിനെ നീ റാഹത്താക്കണം. ഇല്ലേ വീട്ടിനുള്ളിലുണ്ടാവും പിശാച്. അങ്ങനെയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബാ ലാ തജഅലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുത്, അഥവാ മൂകമായ അന്തരീക്ഷമാക്കരുതേ. വീട്ടിൽ ഖുർആൻ ഓതണേ, ദിക്ർ ചൊല്ലണേ. ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, നിശ്ചയം ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ പിശാച് പ്രവേശിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വീട് പുതുതായി വെച്ച് വീടിലേക്ക് കുടിയിരിക്കലിന് വേണ്ടി കയറുന്നവരെ ഒരു സൂറത്തുൽ ബഖറ കൂടി പാരായണം ചെയ്യണേ. പിശാച് ഓടട്ടെ, പിശാച് പുറപ്പെടാനാണ്. ഇത് പറയുന്നത് കേവലം ഏതെങ്കിലും വേദപുസ്തകമല്ല, പരിശുദ്ധ ഖുർആനാണ്. അത് നമ്മൾക്ക് കാറ്റലോഗാണ്, വഴികാട്ടിയാണ്, ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. 23 സംവത്സരങ്ങൾ കൊണ്ട് ജിബ്രീൽ എന്ന മാലാഖ മുഖേന അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് വള്ളി വ്യത്യാസമില്ലാതെ പടച്ചറബ് നൽകിയ 6666 ആയത്തുകൾ മുഖേന പടച്ചറബ് നൽകിയ പവിത്രമായ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ നമ്മൾ വീട്ടിൽ ഓതണേ. അതിൽ 2ാമത്തെ സൂക്തമായ പരിശുദ്ധമായ
പരിശുദ്ധമായ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന ഏത് വീടുണ്ടോ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ, ആ വീട്ടിലേക്ക് പിശാച് പ്രവേശിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വെക്കേഷൻ സമയമല്ലയോ, നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കണേ വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതട്ടെ, പിശാച് പുറത്തേക്ക് പോകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. വീട്ടിൽ മക്കൾ സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു, IPL കാണുന്നു, സിനിമാ പാട്ടുകൾ ഇടുന്നു, വീട്ടിൽ അശ്ലീലത കൊണ്ട് മുഖരിതമാക്കുമ്പോ പിശാചുള്ളിലേക്ക് കടക്കുമേ. പിന്നീട് നിനക്ക് വിപത്താണ്. ദിക്ർ ചൊല്ലാൻ കഴിയാത്ത വീടായി, അള്ളാഹുവിനെ നിസ്കരിക്കാൻ ബാങ്ക് വിളിച്ചാൽ അതിന് ജവാബ് കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് നീ എത്തിപ്പെടുമേ. അള്ളാഹുവേ കാത്ത് രക്ഷിക്കണേ അല്ലാ. എത്ര സഹോദരങ്ങളാണ്, എത്ര സഹോദരിമാരാണ് അള്ളാന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലി മുഴങ്ങുന്ന സമയത്ത് വരെ സംസാരിക്കുന്നവരില്ലയോ? പാടില്ല. മൻ തകല്ലമ ബൈനൽ അദാൻ യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ ആരൊരുവനെ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ സംസാരിച്ചാൽ, അത് സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, ബാങ്ക് വിളിക്കുന്നതിനിടയിൽ സംസാരിച്ചാൽ യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയൂല. അവന് സംസാരം മുട്ടുകയാണ്, അവന്റെ നാക്ക് കിടന്നുകൊണ്ട് നാക്ക് വെളിയിലേക്ക് നീട്ടുകയാണ്. അതേ നായ നീട്ടിയിടുന്നത് പോലെ നാവ് വെളിയിലേക്ക് നീട്ടിയിട്ടുകൊണ്ട് പ്രയാസപ്പെടുമേ. ലോകത്തുള്ള മുഴുവൻ ജലാശയത്തിലെ വെള്ളം കൊണ്ടുവന്ന് അവന്റെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം തീരൂല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ചിന്തിക്കണേ സഹോദരാ, ബാങ്കിനെ നിസാരപ്പെടുത്തരുത്. ആ ബാങ്കിന്റെ ലഫ്ളുകൾ കേൾക്കുമ്പോൾ അതിനൊപ്പിച്ച് ഓരോ വചനങ്ങൾക്കൊപ്പിച്ച് ജവാബ് നൽകണേ. അതുകൊണ്ടല്ലേ ഖുർആൻ ചോദിക്കുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മാ ദആ ഇലല്ലാഹ് വഅമില صالحا وقال إنني من المسلمين. അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പള്ളിയുടെ മിനാരങ്ങളിലൂടെ ശ്രവണസുന്ദരമായി ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ തറയ്ക്കുന്ന വിധത്തിൽ ബാങ്കുലി മുഴക്കുന്ന മുഅദ്ദിനെ ഉയർത്തുന്നതായ വാക്കിനേക്കാൾ സമുന്നതമായ വാക്ക് ആരാണ് ഉച്ചരിക്കുന്നതെന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഒരൊറ്റ വാക്കുമില്ല. അതുകൊണ്ട് ജവാബ് ചൊല്ലണേ, ദിക്ർ ചൊല്ലണേ, ബാങ്കിന് ശേഷമുള്ള ദുആ ചെയ്യണേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നാവ് കൊണ്ട് പൈശാചികതയിലേക്ക് എത്തരുതേ, പിശാചിലേക്ക് നമ്മൾ ബന്ധപ്പെടരുതേ. പിശാചുമായ കണക്ഷൻ ഉണ്ടായാൽ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ കഴിയില്ല. ഖുർആൻ ഓതുക ശരിക്ക്, അതാണ് ഹാല്. നബിതങ്ങൾ പഠിപ്പിച്ച എന്താണ് ഹാല് മുർത്തഹിരി അങ്ങക്കറിയില്ലല്ലോ. സ്വഹാബത്ത് ചോദിച്ചു, നബിതങ്ങൾ പറഞ്ഞു, ഇദാ ഖതമ്മ ഖത്മത്തൻ ഇസ്തഅനഫ ഖത്മത്തൻ ഉഖറ. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കും. 3 കൊല്ലം അല്ലാഹു ഓതി ടപ്പട്ട അടിക്കുന്ന പരിപാടിയല്ല, അങ്ങനെ ഒതുക്കല്ല. മറിച്ച് ഫാത്തിഹ സൂറത്ത് തുടങ്ങിയാൽ അന്നാസ് കൊണ്ട് അവസാനിപ്പിക്കും, വീണ്ടും ഫാത്തിഹ ഓതും, വീണ്ടും ഓതും. ഖുർആൻ മുഴുവൻ ഇങ്ങനെ ഖത്മ തീർക്കുക. അള്ളാഹിൻ്റെ കലാമല്ലേ. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. പരിശുദ്ധ റമളാനിനെ പവിത്രത കൽപ്പിച്ചതിൻ്റെ മർമ്മപ്രധാനമായ കാരണം ഖുർആൻ അവതീർണമായതാണ്. ഖുർആൻ അവതരിച്ചതാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസമാണ്.